വെൽക്കം ടു ഡീപ് റീഡ്സ്. ഞാൻ ദീപ്തി ടെറൻസ്. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് മാഡ്ലിൻ മില്ലർ എഴുതിയിരിക്കുന്ന സെർസി എന്ന നോവലാണ്. ബ്ലൂംസ്ബറി പബ്ലിഷേഴ്സ് ആണ് ഇത് ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ വില 499 രൂപയാണ്. ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് വുമൻസ് പ്രൈസ് ഫോർ ഫിക്ഷൻ എന്ന് പറഞ്ഞിട്ട് അതിൽ ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു നോവലാണ്. ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 2018-ലാണ്. ഞാനിത് വാങ്ങിച്ചു വെച്ചിട്ട് കുറച്ചായി. അപ്പോൾ എൻ്റെ കമൻസിൽ വന്നിട്ട് ഒരാൾ ചോദിച്ചിരുന്നു സെർസി റിവ്യൂ ചെയ്യുന്നു. അപ്പോൾ ഞാനിത് അദ്ദേഹത്തിനും കൂടി വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ അപ്പോഴാണ് അയ്യോ ശരിയാണല്ലോ, ഞാൻ ഈ ബുക്ക് വാങ്ങിച്ചു വെച്ചിട്ട് ഞാൻ വായിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ സെർസി വായിക്കുന്നത്. ഇത് ഗ്രീക്ക് മിത്തോളജിയിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു നോവലാണ്. നമ്മൾ സെർസീനെ ആദ്യമായിട്ട് കാണുന്നത് ഈ ഹോമറിൻ്റെ ഒഡീസി എന്ന് പറഞ്ഞിട്ടുള്ള നോവലിലാണ്. അതിനകത്ത് ഒഡീസിയസ് എന്ന് പറഞ്ഞുള്ള രാജാവ്, ഇത്താക്കയുടെ രാജാവ് യുദ്ധത്തിന് പോയി തിരിച്ചു വരുമ്പോൾ ഈ സെർസിയുടെ മലയിൽ പെടുകയും അങ്ങനെ സെർസീനെ കുറേ, അതായത് ഒഡീസിയസിനെ കുറേ നാളെ സെർസി തടഞ്ഞു വെക്കുകയൊക്കെ ഉണ്ടായി. അങ്ങനെ പിന്നെ അവിടുന്ന് രക്ഷപ്പെട്ടിട്ടാണ് ഒഡീസിയസ് ഇത്താക്കയിലേക്ക് മടങ്ങിയെത്തുന്നത്. ഇതൊക്കെയാണ് ഒഡീസിയസിന്റെ കഥയിലെ കൂടിയാണ് സെർസീനെ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതിനകത്ത് സെർസി എന്ന് പറഞ്ഞത് ഹീലിയോസ്, ഗോഡ് ഓഫ് ദ സൺ എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അത് സൂര്യൻ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഓഷ്യാനസ് എന്ന് പറഞ്ഞിട്ടുള്ള കടൽ, അതിൻ്റെ ഒക്കെ ദൈവം ഓഷ്യാനസ്, അതിന്റെ മകളായിട്ടുള്ള പെരസിന്റെ ഉള്ള കൊച്ചാണ് സെർസി. നിംഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലദേവതയാണ്. അപ്പോൾ ആ ജലദേവത വെള്ളത്തിലാണ്, വെള്ളത്തിന്റെ അടിയിലൊക്കെയാണ് ഇവർ ജീവിക്കുന്നത്. അമ്മയുടെ അത്ര സൗന്ദര്യമോ ലാവണ്യമോ അല്ലെങ്കിൽ ആൾക്കാരെ അട്രാക്ട് ചെയ്യാനുള്ള സൗന്ദര്യമൊന്നും ഇവൾക്കില്ല. എന്നാൽ അച്ഛനായ ഹീലിയോസിന്റെ അത്രയും പവർഫുള്ളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കഴിവോ ഒന്നും ഇവൾക്കില്ല. ഇവളടുത്ത് പറയുന്നുണ്ട് ദൈവങ്ങളുടെ സൗണ്ടൊക്കെ ഭയങ്കര ഹാർഡ്, എന്താണ് അതൊരു പാറപ്പുറത്തൊക്കെ വയ്ക്കുന്ന അല്ലെങ്കിൽ ലൈറ്റ്നിങ്, ഇടിവെട്ടിൻ്റെ ഒക്കെ സൗണ്ടാണ്. ഇവളുടേത് ഏകദേശം മനുഷ്യൻ്റെതായ ഒരു മാച്ചിങ് ആയിട്ടുള്ള ഒരു സൗണ്ടാണ്. മനുഷ്യൻ്റെ സൗണ്ട് എന്നല്ല, ഒരു നോർമൽ ഇതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവൾക്ക് മോർട്ടൽസ്, അതായത് ഈ മനുഷ്യരായിട്ടൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്. ഇവൾക്ക് ഏറ്റിസ് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ഇളയ ഒരു അനിയൻ ഉണ്ടാവുകയും അവളെ അതിനെ നോക്കിയതൊക്കെ ഇവള് തന്നെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏറ്റിസ് ഇവരുടെ ഗ്രീക്ക് മിത്തോളജി പ്രകാരം ഇവർക്ക് പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ വലിയ ആൾക്കാരാവും. അപ്പോൾ അങ്ങനെ ഏറ്റീസിന് ഒരു രാജ്യം കൊടുക്കുക. ഏറ്റീസ് ഈ ഹീലിയോസിന്റെ കൊട്ടാരത്തിൽ നിന്ന് ഏറ്റീസ് സ്വന്തം രാജ്യം ഉണ്ടാക്കാൻ പോകുമ്പോൾ ഇവളാകെ ഏകാന്തതയും ഒറ്റപ്പെടലും ആവുമ്പോൾ ഇവിടെ ഒരാളെ ഒരു മുക്കുവൻ പോലത്തെ ആളെനെ സ്നേഹിക്കുകയും അയാളെനെ എന്ത് ചെയ്യും, ഇവള് രാജാവാക്കാനായിട്ട് ശ്രമിക്കുകയും. അത് കാരണം ദൈവത്തിന്റെ പുത്രിയാണ്, ജലദേവതയൊക്കെയാണ് ഇവള്. അപ്പൊ അവള് സാധാരണ മോർട്ടൽസിനെ കല്യാണം കഴിക്കാൻ പറ്റില്ല. മോർട്ടൽസിനെ കല്യാണം കഴിച്ചാൽ മോർട്ടൽസ് മരിച്ചു പോകും, ഇവര് മരിച്ചു പോകുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവള് ഇയാളെ ഗ്ലോക്കസിനെ എന്ന് പറഞ്ഞ മുക്കുവനെ ഇവിടെ രാജാവാക്കാൻ. പക്ഷെ ഗ്ലോക്കസ് രാജാവായതിന് മീൻസ് ദൈവമായതിനു ശേഷം ഇവിടെ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവങ്ങളുടെ ഇടയിലൊക്കെ ഇവൻ സ്വീകരിക്കപ്പെടുകയും അപ്പൊ ഇവിടെ വിചാരിക്കും ഇവനെ ദൈവമാക്കിയത് ഇവളല്ലേ, അപ്പൊ ഇവളെന്നെ കല്യാണം കഴിക്കും എന്നൊക്കെ വിചാരിക്കും സെർസീനെ. പക്ഷെ സെർസീനയോടല്ല, സില്ല എന്ന് പറഞ്ഞ വേറെ ഒരു നിംഫ് ആയിട്ടുള്ള ഇത്തിരി കൂടി സുന്ദരിയായിട്ടുള്ള സ്നേഹം വന്നത്. അപ്പോൾ ഇവിടെ സില്ലേനെയും ഇതുപോലെ എന്താണ് ഒരു രാക്ഷസിയാക്കി മാറ്റും, 5-6 കാലൊക്കെയുള്ള ഒരു രാക്ഷസിയാക്കി മാറ്റും. അപ്പൊ ഇത് കഴിഞ്ഞപ്പോൾ ഇവൾക്ക് ആകെ വിഷമവും, ആ ദേഷ്യത്തിന് ചെയ്തതാണ്, ചെയ്യേണ്ടിയിരുന്നില്ല എന്നൊക്കെ മനസ്സിലാവുമ്പോൾ ഇവളത് ഇവളുടെ അച്ഛനോട് പറയുമ്പോൾ ഇപ്പൊ ഫാർമക്ക എന്ന് പറഞ്ഞ, അതായത് മന്ത്രവാദം, ഇത്തിരി മരുന്നുകളും, അതായത് ദൈവങ്ങളുടെ ചോരയും ഒക്കെ ഇതിലൊക്കെ ആ മണ്ണിൽ വീണ് അവിടെ വളർന്നു നിൽക്കുന്ന ചെടികളും പിന്നെ കുറച്ചൊക്കെ ഇവളുടെ മാജിക്കൽ മന്ത്രങ്ങളൊക്കെ മനസ്സിൽ തോന്നുകയാണ്. ഈ ഇന്ന കാര്യത്തിന് ഇന്ന മന്ത്രം എന്നുള്ളത് മനസ്സിൽ തോന്നുക, അല്ലാതെ പഠിച്ചിട്ടൊന്നല്ല, മനസ്സിൽ വരുന്നതാണ്. അങ്ങനെ ഇവൾക്ക് തോന്നുകയും അങ്ങനെ ഇവൾക്ക് അങ്ങനത്തെ ഒരു സിദ്ധി ഉണ്ട് എന്നുള്ളത് ഇവൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ സിദ്ധി ഉണ്ട് എന്ന് പറയുമ്പോൾ ഹീലിയോസ് എന്ന് പറഞ്ഞ അച്ഛന് പേടിയോ, അവർക്ക് ദൈവങ്ങൾക്ക് പേടിയുള്ളതാണ് ഈ മന്ത്രവാദം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഏറ്റവും പവർഫുൾ സിയൂസ് ആണ്. അപ്പോൾ സിയൂസും കൂടിയിട്ട് ആലോചിച്ചിട്ട് ഇവിടെ അയായ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏകാന്തമായിട്ടുള്ള ഒരു മലയിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അയായയിൽ ചെല്ലുമ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവിടെ അവിടെ ഏകാന്തത ആദ്യമൊക്കെ ഇവൾക്ക് പേടിയാവും. പിന്നെ ഇവൾക്ക് മനസ്സിലായി ഇവളുടെ കഴിവ് ഇതിലാണ് എന്ന് മനസ്സിലാവുമ്പോൾ ഇവിടെ അവിടെയുള്ള എല്ലാ മൃഗങ്ങൾ, സിംഹം, പുലി, പിന്നെ അങ്ങനത്തെ ചെന്നായനെയൊക്കെ ടേം ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ വളർത്തുന്ന പോലെ ആക്കിയെടുക്കുക. അങ്ങനെയൊക്കെ ആയി ഇത് വരുമ്പോഴാണ് ഇവിടെ
കടലിൽ കൂടെയൊക്കെ പോകുന്ന ഷിപ്പിലെ ആളുകളൊക്കെ ഇവിടെ തന്നെ കയറി ഭക്ഷണം കഴിക്കാനൊക്കെ വരികയൊക്കെ ചെയ്യും, കപ്പൽ ആൾക്കാർ. അപ്പോൾ അവർ വലിയ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ ഒരു വീട് കാണുമ്പോൾ അവരത് ഭക്ഷണം കഴിക്കുകയും വീഞ്ഞൊക്കെ കുടിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ വീഞ്ഞൊക്കെ കുടിച്ച് ഇവളുടെ ആതിഥ്യമൊക്കെ സ്വീകരിച്ച് കഴിയുമ്പോൾ അവരുടെ സ്വഭാവം മാറും. ഇവിടെ നാഥനൊന്നുമില്ല, ഇവിടെ ഒറ്റയ്ക്കാണ് എന്നൊക്കെ മനസ്സിലാവുമ്പോൾ അവർ തനി പുരുഷന്മാരായി മാറും. അപ്പോൾ അവർ ഇവിടെ ഉപദ്രവിക്കാനൊക്കെ വരുമ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ വീഞ്ഞും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇവരെ എന്താണ് പന്നികളും ഒക്കെ ആക്കി മാറ്റുന്നതാണ്. അങ്ങനെ വരുമ്പോഴാണ് ഒഡീസിയസ് വരുന്നത്. അപ്പോൾ ഒഡീസിയസ് വരുമ്പോൾ ഒഡീസിയസിൻ്റെ കയ്യിൽ ഹെർമിസ് എന്ന് പറഞ്ഞ സിയൂസിൻ്റെ മകൻ ഹെർമിസ് ഒരു മോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേരാണ്. ആ വേര് കയ്യിലുണ്ടെങ്കിൽ ഈ വീഞ്ഞിൻ്റെ ദുഷ്ടത്തരങ്ങൾ, ആ ദുർഗുണങ്ങളൊന്നും ഏൽക്കില്ല, പന്നിയാവാനൊന്നും പറ്റില്ല. അത് കയ്യിലില്ലാതെ പിന്നെ ഒഡീസിയസ് വൈനും കുടിക്കുന്നില്ല. അപ്പം മറ്റുള്ള ഒഡീസിയസിൻ്റെ കൂടെയുള്ളവരെയൊക്കെ പന്നികളാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒഡീസിയസിനെ ഇത് കണ്ടു. അങ്ങനെ ഒഡീസിയസിനെ മനസ്സിലാക്കി വന്നു. ഒഡീസിയസ് ഇവളെയും മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഇവർ തമ്മിലൊരു ഇഷ്ടം വന്നു. അങ്ങനെ കുറേ നാട് ഒഡീസിയസും ഇവിടെ കൂടിയിട്ട് അവിടെ ജീവിക്കുകയൊക്കെ ചെയ്യുകയാണ്. പിന്നെ ഒഡീസിയസിൽ നിന്നുള്ളൊരു കുഞ്ഞുണ്ടായി. അങ്ങനെയാണ് ഈ കഥ പോകുന്നത്. അപ്പോൾ ഈ കഥയിൽ ഈ കഥ മനോഹരമാവാൻ കാരണം ഇതിന്റെ പ്രോസ്, അതായത് ആഖ്യാന ഭാഷ വളരെ മനോഹരം. ഹാർഡായിട്ടുള്ളതല്ല, പക്ഷെ എന്നാലും നമുക്ക് വായിച്ചിരിക്കാനൊക്കെ രസം തോന്നുന്ന രീതിയിലുള്ള ഒരു ഭാഷയാണ്. പക്ഷെ ഇതിനകത്ത് ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഡെയിലി ആയിട്ടുള്ള കാര്യങ്ങളും അവളുടെ മന്ത്രവാദങ്ങളും ഇവളുടെ ചിന്തകളാണ്. ഫസ്റ്റ് പേഴ്സണിലാണ് കഥ പറയുന്നത്. അപ്പോൾ ഫുൾ സെർച്ചിയുടെ ചിന്തകളാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് ഇതിൽ ഭയങ്കര എക്സൈറ്റിംഗ് അല്ല, കാരണം ഇവള് ഭയങ്കര പവർഫുൾ അല്ലാത്ത ഒരു ദൈവമായതുകൊണ്ട് പ്രതികാരം ചെയ്യുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്യുന്നില്ല. ഇവൾക്ക് സഹാനുഭൂതിയും കരുണയൊക്കെ ഉള്ള ഒരാളാണ്. ഇവിടെ മറ്റുള്ളവരെയും സഹായിക്കാൻ പോകുന്ന കഥകൾ മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പം നമുക്ക് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. ഇവളുടെ സാധാരണ ഒരു സ്ത്രീയുടെ ജീവിതം പോലെയാണ്. ഇവൾക്ക് വിച്ച് ക്രാഫ്റ്റ്, അതായത് മന്ത്രവാദം അറിയാം എന്നുള്ളതല്ലാതെ ഇവിടെ അവിടെ ഒറ്റയ്ക്കാണ്. പിന്നെ ഇടയ്ക്ക് ഹെർമിസ് എന്ന് പറഞ്ഞ അയാൾ സഞ്ചാരിയാണ്. അപ്പോൾ അയാൾ ഇവിടെ വന്ന് ഇവളുടെ കാമുകനായിട്ട് കുറെ നാള് ജീവിക്കും. അപ്പോൾ ഇവള് ആ ഹെർമിസ് വരുമ്പോൾ പുറം ലോകത്തെ വിശേഷങ്ങൾ അറിയും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ആഖ്യാന ഭാഷയിൽ ചില സമയത്തൊക്കെ നമുക്ക് നന്നായിട്ട് എന്താണ് വായനയിൽ നമുക്ക്, കാരണം ഒന്നും പ്രത്യേകിച്ച് നടക്കുന്നില്ലല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ പിന്നെ ഒഡീസിയസ് വരുന്ന സമയത്തൊക്കെയാണ് നമുക്ക് കുറച്ചും കൂടി എക്സൈറ്റിംഗ് ആയിട്ട് വരുന്നതും. ആ കൊച്ചുങ്ങൾ ഉണ്ടാവുമ്പോഴൊക്കെയാണ് നമുക്ക് കുറച്ചും കൂടി എന്താണ് കഥ എന്നുള്ള ഇതൊക്കെ വരുമ്പോഴാണ് കുറച്ചും കൂടി അത് അവസാനമൊക്കെ ആവാറാവുമ്പോഴാണ് അങ്ങനെ ഒരു നമുക്കൊരു ത്രില്ലിങ് അല്ലെങ്കിൽ ഒരു എക്സൈറ്റിംഗ് കഥയിലൊരു ഇതൊക്കെ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ പുസ്തകത്തിന്റെ പ്രത്യേകതകൾ. ഇതിൽ ഫെമിനിസമാണ് മെയിനായിട്ട് പറഞ്ഞത്. പവർഫുൾ അല്ലാത്ത, സുന്ദരി അല്ലാത്ത, ഒരു സാധാരണ മന്ത്രവാദിനി ആയിട്ടുള്ള, ഒരു വിച്ചായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ജലദേവതയായിട്ടുള്ള ഒരു സ്ത്രീ ഈ ദൈവങ്ങൾക്കെതിരെ പോരാടുന്നതാണ് ഏകദേശമായിട്ടുള്ള ഒരു കഥ. അവളുടെ സ്വന്തം കാലിൽ നിൽക്കുക എന്ന് പറഞ്ഞ പോലെ അവള് ഫൈറ്റ് ചെയ്യാണ്. എനിക്കിതൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവര് ദൈവങ്ങൾ ഓരോ റൂളുകളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇവിടെ അത് പറ്റില്ല, ഇവളുടെ ഇഷ്ടത്തിനാണ് ഇവള് ജീവിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഇത്. അപ്പൊ അത് അക്കാര്യത്തിൽ, അതായത് അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ദൈവങ്ങളാണ് ഭരിക്കുന്നത്, ദൈവങ്ങൾക്കാണ് പവർഫുൾ. അത് അവരുടെ എന്താ അദീന ആയാലും സ്ത്രീ ആണെങ്കിലും, സ്ത്രീ ദൈവമാണെങ്കിലും, അദീന ആയാലും സിയൂസ് ആയാലും അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഭയങ്കരമായി പവർഫുൾ ആണ്. അപ്പൊ അവർക്ക് ഇവിടെ എന്തും ചെയ്യാൻ ഉപദ്രവിക്കും. പക്ഷെ എന്തുണ്ടായാലും അവളുടെ സ്റ്റാൻഡിൽ നിൽക്കുകയാണ് എന്നുള്ളതാണ് ഈ പുസ്തകത്തിൽ സെർസിയുടെ ഒരു പ്രത്യേകത. നമ്മൾ സെർസിനെ ഹോമറിന്റെ ഒഡീസിയിൽ വായിക്കുമ്പോൾ നമുക്ക് വലിയ ഇഷ്ടാവില്ല, കാരണം നമുക്ക് ഒഡീസിയസ് സ്വന്തം നാടായ ഇത്താക്കയിലേക്ക് വരാൻ ലേറ്റ് ആവുന്നത് സെർസി പിടിച്ചു വെക്കുന്നത് കൊണ്ടാണെന്നാണ് അതിനകത്ത് നമ്മൾ വായിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് അങ്ങനെ ഒരു സെർസിയിൽ നിന്ന് ഒരുപാട് റെഫറൻസ് ഒക്കെ നടത്തിയിട്ടാണ് സെർസിയുടെ ആത്മകഥ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇത് ശരിക്കും സെർസിയുടെ ആത്മകഥ തന്നെയാണ്, സെർസി തന്നെയാണ് പറയുന്നത്. അവളുടെ ചിന്തകളും അവളുടെ വിഷമങ്ങളും ഏകാന്തതയും ഒറ്റപ്പെടലും പിന്നെ ഇവൾക്ക് എല്ലാവരും കളിയാക്കും, അവൾക്ക് പ്രത്യേകിച്ച് കഴിവൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരുടെയും ഇൻസൾട്ടിങ്ങും ഒക്കെ ഇവിടെ സഹിച്ച് ഇവിടെ ജീവിക്കുന്നതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു നോവലാണ്. കുറച്ചിത്തിരി
ലാഗിങ് ആണ്, ഇത്തിരി ബോറിംഗ് ആണ് ചില സ്ഥലത്തൊക്കെ. അപ്പോൾ ഇതാണ് ഗ്രീക്ക് മിത്തോളജി. ഗ്രീക്ക് മിത്തോളജി നമ്മളൊരു ബുക്ക്, ഗ്രീക്ക് മിത്തോളജിയുടെ ഫുൾ ബുക്ക് എടുത്ത് വായിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഇങ്ങനത്തെ നോവൽസ് വായിക്കുന്നതാണ്. ഇപ്പോൾ ദ സോങ് ഓഫ് ആക്കിലസ് എന്ന് പറഞ്ഞിട്ട് ഈ മാഡ്ലിൻ മിന്നന്റെ ഇതിന് മുന്നേ 2012 ഇറങ്ങിയ ഒരു ബുക്ക് ഉണ്ട്. അപ്പോൾ അതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇതിപ്പോൾ സെർസീനെ നമ്മൾ ഈ ബുക്ക് വായിക്കുമ്പോൾ ഇതിനകത്ത് സെർസി ആരാ, ഹെർമിസ് ആരാ എന്നുള്ള ആ കഥ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമുക്ക് ഒരു മിത്തോളജി ബുക്ക് വായിക്കുന്നതിനേക്കാളും എളുപ്പം ഇങ്ങനെ വായിക്കുന്നതാണ്. ഇതൊക്കെയാണ് സെർസിയുടെ വിശേഷങ്ങൾ. അപ്പൊ എല്ലാവർക്കും അടുത്തൊരു പുസ്തകവുമായിട്ട് വരുന്നത് വരേക്ക് നന്ദി, നമസ്കാരം.